ഹലോ അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണ്. നമുക്ക് അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പം നമ്മൾ ഇന്നൊരു കറി ഉണ്ടാക്കാനാട്ടോ പോണ്. പരിപ്പ് കറി, പരിപ്പ്, പച്ചക്കായി, തക്കാളി, പച്ചമുളക് ഒക്കെ ഇട്ടിട്ടൊരു നല്ലൊരു കറി. ഇതാ കുറച്ച് പരിപ്പ് എടുത്ത് കഴുകി വെച്ചത് വാരി വെച്ച ഒരു പച്ചക്കായി. ഞാനിത് അരിഞ്ഞെടുത്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ മണിക്കൂറൊന്നും ആണ്ടല്ലോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്ടാച്ചിട്ടാട്ടോ. പിന്നെ ഒരു തക്കാളീൻ്റെ പകുതി, 2 പച്ചമുളക്. അപ്പം അത് നമുക്ക് ഓരോന്നായിട്ട് കുക്കറിലാണ് ഇടാം. അപ്പം മൺചട്ടിയിൽ വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് സമയമില്ലാത്തവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇതിപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വെച്ചതാണ്. പരിപ്പ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴുകിയാലേ അതിൻ്റെ എന്താ ഇപ്പോൾ പറയുക, പൂപ്പലൊക്കെ പോവുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുക. പെട്ടെന്ന് കഴുകി ഇട്ടാൽ അതിനൊരു വേറെ ഒരു ചുവ ഉണ്ടാവുക. എനിക്കങ്ങനെ കേട്ടോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതാ ഇതൊക്കെ ഇതിൽ കണ്ടാൽ നല്ലൊരു കറിയാണ്. ഇപ്പം നമുക്ക് കറി വെക്കാൻ ഇപ്പോൾ മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോന്നാണ്ട് ഉണ്ടാക്കി വെച്ചാൽ മതി. നമുക്കിങ്ങനെ തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ഇതുണ്ട, നമുക്ക് ലേശം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ചാണ്ട് വെച്ചാൽ മതി. കുറച്ചിട്ടാൽ മതി. ഞാൻ തേങ്ങയിൽ അരക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ പിന്നെ പാകത്തിന് ഇടുക. പിന്നെ ഞാൻ എന്നും പറയുന്ന മാതിരി തന്നെ അളവ് കൂട്ടി എടുക്കുക. അധികം ആൾക്കാരുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുത്താൽ മതി. പിന്നെ 2 പാത്രം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചാൽ ഗ്യാസിന് വെച്ച് ഒരു 2 വിസിൽ വന്നാൽ മതിയാവും. 2 വിസിൽ വരുമ്പോൾ പാകത്തിന് കിട്ടും. അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെക്കുക. പിന്നെ ഇനി അതിക്കുള്ള അരപ്പാണ് കാണിക്കണേ. ഒരു അരമുറിൻ്റെ പകുതി തേങ്ങ, 3 വറ്റൽമുളക്, ചെറിയതായതുകൊണ്ട് 4 കുറച്ച് ചുവന്നുള്ളി, ഒരു 2 വെളുത്തുള്ളി അല്ലി, കുറച്ച് ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മൾ ഈ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. പെട്ടെന്നാവും കറി. 2 വിസിൽ വരുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മളെ കറി ഞാൻ ഈ ചട്ടി പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ. അതിൽ തേങ്ങയൊന്നും ഒഴിക്കാൻ കഴിയൂല. എന്തോ ഒരു വേറെ മോഡൽ കുക്കറല്ലേ, പഴയ മോഡൽ. ഇതുണ്ടോ, ഇതിൻ്റെ ഇതുള്ളതുകൊണ്ട് ഇങ്ങനെ പാരാനൊക്കെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ട്. ഞാൻ ഈ ചട്ടിയിലേക്ക് മാറ്റിയതാണ്. ഇനി നമുക്ക് അരപ്പിടേ. ഒന്ന് തിളക്കണം. ഗ്യാസ് കൂടി വെള്ളം ഒഴിക്കുക. ഇതൊന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് താളിക്കാം. ഉപ്പില്ല കേട്ടോ, ഉപ്പ് ലേശം കൂടി ഇല്ല. നമ്മൾ അടുപ്പത്ത് വെച്ചപ്പോഴുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളൂ, കുറച്ച് കുറവാണ്. തിളച്ച് വന്നു നമുക്കൊന്ന് താളിച്ചെടുക്കാം.
ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി. വെളിച്ചെണ്ണ ഒഴിക്കുക. തേങ്ങയൊക്കെ അരച്ച കറി ആയതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ മതി. നല്ലൊരു കറി കേട്ടോ, എനിക്കിഷ്ടമാണ് ഈ കറി. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നല്ലതാണ്, നല്ല കറിയാണ്. എനിക്ക് ഇനിയിപ്പോൾ മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു അച്ചാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് തിന്നാം. എന്നും നമ്മൾ കോഴി തന്നെ ഉണ്ടാക്കണ്ടല്ലോ, ഇറച്ചിമന്നൊക്കെ കുറച്ച് വിട്ടിക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള കറിയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി ശീലിപ്പിക്കണം. ഇപ്പോൾ ഇവിടെ ഉള്ള കുട്ടികൾക്ക് ഒന്ന് രണ്ടാൾക്കൊന്നും പച്ചക്കറിയൊന്നും വലിയ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഒരാൾ തിന്ന് നോക്കിയാൽ അവർക്ക് ഇഷ്ടം. ആദ്യമേ വേണ്ട എന്നല്ല. ഒരു ചുവന്ന ഉള്ളി ഇട്ട് അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. കടുകിട്ട് ചെറിയ ഉള്ളിയിട്ട് വറ്റൽമുളക് ഞാൻ കഴുകി ഉണക്കി വെച്ചാട്ടോ, അല്ലെങ്കിൽ അതിന്മേൽ പൂപ്പലുണ്ടാവും. കറിവേപ്പില എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ കറി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഒന്നും കൂടി ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കും. ഈ വറവ് ഇതിലേക്കാണ് ഒഴിച്ചാൽ കറി റെഡി. അപ്പോൾ കറിയും ചോറൊന്നും ഉണ്ടാക്കാൻ പണിയില്ലല്ലോ. ആദ്യമൊക്കെ ഞങ്ങൾ പണിക്കോണ കാലത്തൊക്കെ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കിയത്. അടുപ്പത്ത് വെച്ചാൽ വിറകടുപ്പത്ത്. അത് വിറകില്ലെങ്കിൽ പോയി കൊണ്ടുവരണം, എന്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാ ഗ്യാസാണ്ട് ഓണാക്കാണ്ട് വെക്കുക. അതിന് അന്ന് കുക്കറും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ കുക്കർ എല്ലാ സംവിധാനവും ഉണ്ട്. എന്നാലും ഞമ്മക്കൊരു മടിയാണ് ഇതുണ്ടാക്കാൻ അല്ലേ. ഇപ്പോൾ സൗകര്യം കൂടുന്നതിനനുസരിച്ച് നമുക്ക് മടിയാകുകയാണ്. അന്നൊക്കെ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടാറില്ല. പിന്നെ ചോറും കറി ഉണ്ടാക്കിയിട്ട് കുട്ടികളെയൊക്കെ പറഞ്ഞു വെച്ചിട്ട് വേണം പണിക്ക് പോകണമെങ്കിൽ. അതിൻ്റെ ഇടയ്ക്ക് പണിക്ക് പോകാൻ നേരമായിട്ട് ഓടും ചെയ്യും. ഇപ്പം എന്തൊരു സുഖമാണ്. ഇപ്പം നമ്മൾ സുഖം കൂടിയപ്പോൾ ആൾക്കാർക്ക് ഒന്നും കൂടി മടിയായി വരിക. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല കറിയാണ്. നമുക്ക് നാടൻ കറിയൊക്കെ വെച്ച് ഉണ്ടാക്കി. അപ്പം എല്ലാവരോടും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇനി അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് ഇടാം. ഇത് ഓരോ ടൈം കുറവുകൊണ്ടാട്ടോ ഇങ്ങനെ വരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കാണണം. വല്ലപ്പോഴേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് കാണാതൊക്കെ അരുത്. എന്നാൽ ശരി.